അതിരടി എന്ന സിനിമയുടെ പെയ്ഡ് പ്രിവ്യൂ കാണാൻ എത്തിയിരിക്കുകയാണ്. PVR പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ 40 രൂപയെ മുടക്കേണ്ടി വന്നുള്ളൂ. കാശ് സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആയിരുന്നു PVR പാസ്പോർട്ട്. പക്ഷേ ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല. സ്ക്രീൻ 6 4K ലേസർ പ്ലസ് ഡോൾബി അറ്റ്മോസ് ആണ് ഈ സ്ക്രീൻ. അതിരടി പടം എനിക്ക് കാര്യമായിട്ട് വർക്കായിട്ടില്ല. എനിക്കൊരു മിഡ് ഫീൽ ആയിരുന്നു. കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കിടിലൻ പടമാവേണ്ട സ്റ്റഫ് ഇതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ എക്സിക്യൂഷനിൽ പാളിയ പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ DCP ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. അതിരടി DCPയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കിഡിലൻ DCP ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സൗണ്ട് മിക്സിങ്, ഇതിൻ്റെ ടെക്നിക്കൽ ക്രൂ എന്ന് പറയുന്നത് വളരെ ലെജൻഡറി എന്നൊക്കെ പറയാവുന്ന MR രാജേഷിനൊക്കെയാണ് ഇതിൻ്റെ സൗണ്ട് മിക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ചാനൽ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പുള്ളിയുടെ സാധാരണ പടങ്ങളൊക്കെ പോലെയല്ല. നിങ്ങൾക്ക് DSR പോലുള്ള പടങ്ങളൊക്കെ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കും. അതാണ് പുള്ളിയുടെ വർക്ക്. പക്ഷേ ഇതിനകത്ത് ഒരു പെർട്ടിക്കുലർ സീനൊക്കെ ഉണ്ട്. ആ സീൻ വരാൻ നേരത്തേക്ക് വളരെ സൗണ്ട് ജാർ ചെയ്ത് പറയുന്ന ഡയലോഗ്സും പ്രോപ്പറായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ടൊവിനോടെ ഒരു എലവേഷൻ സീക്വൻസ് ആണ് അതിനകത്ത്. ജിയോ ബേബിയുടെ ഒരു ക്യാരക്ടർ പറയുന്ന സീക്വൻസ് ഒക്കെ സൗണ്ട് കൂടിയിട്ടാണോ അല്ലെങ്കിൽ മൊത്തത്തിലൊരു ഓക്കെ ഇതൊരു ഭയങ്കര ക്രൗഡ് പ്ലീസിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് നമ്മൾ നൽകുന്നത്. അപ്പം ഭയങ്കര DB കൂട്ടിയിട്ടേക്കാം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. എന്തൊക്കെയോ മിസ്റ്റേക്കുകളുണ്ട്. പിന്നെ ചമൻ ചാക്കോ ആണ് ഇതിൻ്റെ എഡിറ്റിംഗ് വരുന്നത്. അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ആ ഒരു ആക്ച്വലി ചമൻ ചാക്കോ ആണ് ഈ പടത്തെ രക്ഷിച്ചെടുത്തിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടത്തിൽ ക്രിഞ്ച് കുറേ സീക്വൻസും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഇതിന്റെ തുടക്കത്തിൽ വിഷ്ണു അഗസ്ത്യയുടെ ഒരു സ്റ്റാമ്പേഡ് സീൻ കാണിക്കുന്നുണ്ട്. കാരണം ഇവിടുന്ന് കുസാറ്റ് എന്ന് പറയുന്ന എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്, ഒരു 4-5 കിലോമീറ്ററിലുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ നടന്ന ഒരു സംഭവത്തെ എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഇൻസ്പിറേഷൻ. അപ്പോൾ ആ സീക്വൻസ് നല്ല എഫക്റ്റീവായിട്ട് തോന്നി, പ്രത്യേകിച്ച് സ്റ്റാമ്പേഡ് സീക്വൻസ്. ഇതിലാണ് ഈ പടം തുടങ്ങുന്നത്. ആക്ച്വലി ഈ ഒരു ഇൻസിഡൻറ്റും സിനിമയുടെ മെയിൻ കഥയായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ ഒരു ഇമോഷണൽ വെയിറ്റേജ് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിഷ്ണു അഗസ്ത്യയുടെ ക്യാരക്ടർ ഈ ഒരു ഇൻസിഡന്റ് അതിനകത്ത് എന്തുകൊണ്ട് ബേസിൽ ഇതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ബേസിലിന്റെ ക്യാരക്ടറിനെ ഇവർ സ്കെച്ച് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമാളി ലെവലായിട്ടൊക്കെയാണ്. ചിലപ്പോൾ ഫസ്റ്റ് ഇയർ ആയി കഴിയുമ്പോൾ കാണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഈ പുള്ളിക്കാരന് ഈ ഒരു ഫെസ്റ്റ് നടത്താൻ വേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, ആ എഫേർട്ടിനുള്ളൊരു സീരിയസ്നെസ് ഈ പടത്തിൽ കൊടുക്കുന്നില്ല. ഈ ഒരു ക്യാരക്ടറിനെ പലപ്പോഴും കോമാളിയായിട്ട് കാണിക്കുക, കോമാളിത്തരങ്ങൾ കാണിക്കുക, നല്ല രീതിയിൽ ക്രിഞ്ച് ആയിട്ടുള്ള കുറേ സീക്വൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ക്യാരക്ടറിൽ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബേസിലിന് 2-3 ഗെറ്റപ്പുകളുകാരുണ്ട്. ബേസിലിൻ്റെതായിട്ടുള്ള ആ രീതിയിലാണ് പുള്ളി ക്യാരക്ടറും പുൾ ഓഫ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിച്ചിരിക്കാൻ പറ്റുന്ന ലെവലായിരുന്നില്ല. പക്ഷേ ഇത് എൻജോയ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. എല്ലാം സബ്ജക്റ്റീവ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു കഥയിൽ പെട്ടെന്ന് ടൊവിനോയുടെ ക്യാരക്ടർ വരുമ്പോഴാണ് ഈ കഥയിൽ എന്തെങ്കിലുമൊക്കെ കൊള്ളാവുന്ന ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നൊരു സംഭവം വേണമല്ലോ. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് വരുന്നത് വരെ നമ്മൾ സഹിച്ചിരിക്കണം. അപ്പോൾ ടൊവിനോയുടെ ക്യാരക്ടർ വരുന്നു, കോൺഫ്ലിക്റ്റ് വരുന്നു, ഇൻ്റർവെൽ വരുന്നു. അപ്പോൾ ഇൻ്റർവെൽ പോയിന്റിന് മുമ്പാണ് ഞാൻ ഈ പറഞ്ഞത് ടൊവിനോയുടെ ക്യാരക്ടറിൻ്റെ ആ ഒരു എലവേഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര സൗണ്ട് മിക്സിങ്. വിഷ്ണു വിജയ് നല്ല രീതിയിലുള്ള BGM കാര്യങ്ങളൊക്കെ ആവാം. പക്ഷേ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ DBയിൽ വെച്ച് കഴിഞ്ഞാലാണ്. ഒരു ബഹളം വന്നിട്ട് ഭയങ്കരമായിട്ട് ചിലപ്പോൾ നമ്മൾ ഒരുപാട് തമിഴ് തെലുങ്ക് പടങ്ങളൊക്കെ ഉണ്ട്, തമൻ മ്യൂസിക് ചെയ്യുന്ന പടങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെയാണ് നമ്മൾ ഈ പരിപാടി കാണുന്നത്. അത് ഇതിനകത്തേക്ക് വന്നിരിക്കുകയാണ്. ആ സമയത്തുള്ള കളർ ഗ്രേഡിങ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഭയങ്കരമായിട്ട് തിയേറ്ററിൽ അങ്ങ് എൻജോയ് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ടല്ലോ, അതുപോലൊരു മൊമെൻ്റ് ആയിട്ടാണ് ഈ സൗണ്ടിൻ്റെ സംഭവങ്ങൾ. ശരിക്കും മലയാള സിനിമയിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊക്കെയാണ് നമ്മളുടെ ഈ പറഞ്ഞ സൗണ്ട് ഡിസൈൻ കാര്യങ്ങളൊക്കെ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് സിനിമയിൽ വരാറ്. പക്ഷേ ഈ സിനിമയിൽ ഇനി ഞാൻ കണ്ട തിയേറ്ററാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PVR Audi 6 അവിടുത്തെ 4K ലേസർ ഡോൾബി അറ്റ്മോസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒന്നും പ്രശ്നമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു DB കൂട്ടി വെച്ചായിരിക്കാം. എനിഹോ അത് എനിക്ക് ഫീൽ ചെയ്തതാണ്. നിങ്ങൾ കണ്ട തിയേറ്ററിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അഭിപ്രായം പറയുക. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഇൻ്റർവെൽ ആകുമ്പോഴേക്കും നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നതെല്ലാം പക്കാ ക്ലീഷേ സെറ്റപ്പ് ഒക്കെ തന്നെ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ സിനിമാറ്റിക് ഗുണ്ടകൾ ഉണ്ടാവുമല്ലോ, അതായത് എന്തെങ്കിലും ഒരു ചരട് കെട്ടിയുണ്ടാവും, മറ്റേ നരൻ്റെ ആ ഒരു സ്പൂഫ് വൈബിലൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗുണ്ട നല്ലവനായി, അപ്പോൾ ചരട് കെട്ടിയിട്ടുണ്ട്, ചരട് അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ പഴയ പോലെ ഇപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കണ്ടുമടുത്ത സെറ്റപ്പാണ്. പക്ഷേ ടൊവിനോ ആണ് ഒരു ട്രിവാൻഡ്രം സ്ലാങ് ആണ് പിടിച്ചിരിക്കുന്നത്. അപ്പം എന്താ ടൊവിനോ ചെയ്യുന്നതിൻ്റെ ഒരു പുതുമ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു രംഗണ്ണനെയൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ടുള്ള, അതായത് ഒരു പൂക്കി ഗുണ്ടയാണ് പുള്ളിക്കാരൻ. ഒരു ഗുണ്ടയാണെങ്കിലും നമുക്ക് പുള്ളിക്കാരനോട് ഒരു ഇഷ്ടം തോന്നണം. പുള്ളിക്കാരൻ കോമിക്കാണ്, പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ഡയലോഗ് ഡെലിവറി ആണെങ്കിലും അതിനകത്ത് കോമഡി വേണം. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ ഒരു കിഡ്നാപ്പിംഗ് വരുന്നുണ്ട്. അപ്പോൾ കിഡ്നാപ്പിങ്ങിനാണ് പിന്നെ ബാക്കിയുള്ള സീക്വൻസ് മുഴുവൻ വരുന്നത്. അപ്പോഴാണ് വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ ആ ഒരു 2 കഥാപാത്രങ്ങൾ അവരായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ അവർ ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും ഫസ്റ്റ് ഹാഫിനേക്കാളും തമ്മിൽ ബെറ്ററാണ്. അതായത് കുറച്ച് മൊമെന്റ്സ് ഉണ്ട്. വിനീത് ശ്രീനിവാസൻ വരുമ്പോൾ കുറച്ച് സെൽഫ് ട്രോള്, പിന്നെ അങ്ങനെ കുറച്ച് ഞാൻ റിയലി എൻജോയ് ചെയ്ത കുറച്ച് കോമഡീസും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിലാണ് ഉള്ളത്. അതൊക്കെ ഉണ്ട്, ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷാൻ റഹ്മാന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഞാൻ കോമഡി കാണിക്കാൻ പോവുകയാണ്, നിങ്ങൾ എല്ലാവരും ഇപ്പം ചിരിക്കണോട്ടോ എന്ന് പറയുന്നിട്ടുള്ള വളരെ ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള എക്സാജറേറ്റ് ആയിട്ടുള്ള ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു മീറ്റർ ഉണ്ടല്ലോ ഈ പടത്തിന്റെ എൻറ്റയർലി ആ രീതിയിലാണ് വരുന്നത്. ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ അവസാനത്തെ ഒരു 20 മിനിറ്റ്
ഒക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഈ പടത്തിലുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഓവറോൾ ഒരു എക്സിക്യൂഷൻ ഉണ്ടല്ലോ ഈ പടത്തിന്റെ ഒരു ഇമോഷണൽ ആർക്ക് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് ബേസിൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സാംകുട്ടി, ഈ സാംകുട്ടി എന്തുകൊണ്ട് ഇവിടെ ഒരു ഫെസ്റ്റ് നടത്തണം എന്നുള്ളതും അത് എന്താണ് അതിന്റെ ആവശ്യം എന്നുള്ളതും ഒരു ചേട്ടനായിട്ട് ബന്ധപ്പെട്ടതും കാര്യങ്ങളും ഒരു ഇമോഷണൽ ആർക്കോടെ പലപ്പോഴായിട്ട് കാണിക്കുന്നുണ്ട്. അതിനിടയിൽ ഈ ആരോഹൺ ഫെസ്റ്റിന്റെ ലോഗോ അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ബേസിലിന്റെ ഒരു ഇമോഷണൽ ആർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ ടോവിനോയുടെ ക്യാരക്ടറിന്റെ അമ്മയായിട്ടുള്ള ബന്ധം, അമ്മ പുതപ്പേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഈ പാട്ട് പക്ക ക്രിഞ്ച് ഐറ്റമാണ്. അമ്മ പുതപ്പേ എന്നുള്ള പാട്ട് വിനീത് ശ്രീനിവാസൻ പാടുമ്പോൾ കൊള്ളാം, പക്ഷെ ഈ പാട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ക്രിഞ്ചായിട്ടാണ് ഫീൽ ചെയ്തത്. അത് ഈവൻ ഈ സിനിമ വളരെ ഇമോഷണൽ നോട്ടിൽ തന്നെ ടോവിനോയുടെ ക്യാരക്ടറിനെ വെച്ചിട്ട് കാണിക്കുമ്പോൾ ഈ അമ്മ പുതപ്പേ എന്നുള്ള ഈ വരി വരുമ്പോഴേക്കും ഇതെന്തോ ആ ഒരു മീറ്ററിന് പോവാത്ത രീതിയിലാണ് എനിക്ക് മൊത്തത്തിലൊരു സിംഗിളായ്മ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കൂട്ടുകാരുടെയൊക്കെ കൂടെ നല്ലൊരു ക്രൗഡ്, ഒരു കിങ് സൈസ് തിയേറ്ററിൽ നല്ല രീതിയിലൊക്കെ എൻജോയ് ചെയ്യുന്ന ആളുകൾ, അവരുടെ കൂടെയൊക്കെയാണ് നിങ്ങൾ ഈ സിനിമ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ അഭിപ്രായം മാറാം. കാരണം ചില സിനിമകൾ ഇങ്ങനെയാണ്, പ്രത്യേകിച്ച് ഇതുപോലെ ഒരു കളർഫുൾ വൈബിൽ വരുന്നതിനകത്ത് അവസാനത്തെ ഒരു കോൺസേർട്ട് സീക്വൻസ് ഒക്കെ എടുത്തിരിക്കുന്നത്, വിനീത് ശ്രീനിവാസൻ പാടുന്നത്, അയ്യോ അതിൻ്റെ ഡ്രോൺ ഷോട്ട് ആ നൈറ്റ് ഷോട്ടൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. കാരണം ഇതിന് ടെക്നിക്കലി അത്യാവശ്യം പണി അറിയാവുന്ന എല്ലാവരുമാണ് ഇതിൻ്റെ ടെക്നിക്കലി പുറകിലുള്ളത്. അപ്പോൾ അതിൻ്റെ നമുക്ക് കാണാനുണ്ട്. ലാസ്റ്റ് സീക്വൻസ് ഒക്കെ വളരെ ഗ്രാൻഡ്യൂർ, ആ ഗ്രാൻഡ്യൂർ ഉണ്ട് ഇത്രയും ആളുകൾ വെച്ചിരിക്കുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭംഗിയും കാര്യങ്ങളുണ്ട്. ഈ പടത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു DB ഒക്കെ കൂട്ടിയിട്ട് മൊത്തത്തിലൊരു ബഹളം, ആ ഒരു സെറ്റപ്പ്, പിന്നെ എല്ലാം ഓവർ ദ ടോപ്പാണ് ക്യാരക്ടേഴ്സ്, നോ ലോജിക് ഓൺലി മാഡ്നസ് എന്നുള്ള ലെവലിൽ കുറേ സെക്കൻഡ് ഹാഫിൽ കുറേ സീക്വൻസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും അവസാനത്തെ ഒരു വിനീത് ശ്രീനിവാസൻ ഷാൻ റഹ്മാൻ്റെ ഒക്കെ ആ ഒരു ഓവർ ദ ടോപ്പ് ലെവലുള്ള കുറച്ച് സീക്വൻസുകൾ ഒന്നോ രണ്ടോ എണ്ണോ ഒക്കെ ഇടയ്ക്ക് ചിരിപ്പിക്കുന്നു എന്നല്ലാതെ ഈ ക്യാരക്ടേഴ്സിനോടോ അല്ലെങ്കിൽ ഈ കഥയോടോ അല്ലെങ്കിൽ കഥയിൽ എന്താണ് നടക്കാൻ പോകുന്നത് ക്ലൈമാക്സിനോടോ തുടങ്ങിയ യാതൊരു രീതിയിലും ഓക്കെ എന്തെങ്കിലുമൊക്കെ സ്ക്രീനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിരിക്കാം എന്നുള്ളൊരു ലെവലിലാണ്. പക്ഷെ ഒരിക്കലും ഒരു മോശം പടമല്ല. എന്നാൽ നല്ല സിനിമയാണോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. ചില സിനിമകളൊക്കെ ഇതുപോലുള്ള പടങ്ങളൊക്കെ നമ്മൾ റീവാച്ച്, നമ്മൾ വീണ്ടും കാണണം ആ ഒരു സീക്വൻസും കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചിന്തിക്കുമല്ലോ. അപ്പോൾ ഞാൻ റീവാച്ച് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് റീവാച്ച് ചെയ്യാനും താല്പര്യമില്ല. അപ്പം അങ്ങനെയുള്ളൊരു പടമാണ്. ചില പടങ്ങൾ അങ്ങനെയാണ്. ഇത് നല്ല രീതിയിൽ വർക്കായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ നൈറ്റ് റിവ്യൂ ഷോ കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്നത് പോളറൈസ്ഡ് റിവ്യൂ ആണ്. ചിലർക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, ചിലർക്കൊക്കെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ രീതിയിലാണ്. പിന്നെ എന്നെ പോലെ ചിലൊരു ആവറേജ്, അതായത് ചില സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നാളെ റീൽസിലൊക്കെ ആയിട്ട് ഇതിനകത്ത് ഒരു സീക്വൻസ്, ഇതിനകത്ത് വിനീത് ശ്രീനിവാസൻ്റെയും ഷാൻ റഹ്മാൻ്റെയും ടൊവിനോടെയൊക്കെ ആ കോമ്പിനേഷൻ സീക്വൻസ് ഒക്കെ നമ്മൾ വരുമ്പോൾ ആ ഒരു സീക്വൻസ് പർട്ടിക്കുലർ സീക്വൻസ് ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടിരിക്കാമെന്നല്ലാതെ ഓൺ ദ ഹോൾ ആ ഒരു മൊത്തത്തിൽ സിനിമ എന്ന് നോക്കുമ്പോൾ എനിക്കിതൊരു ആവറേജ് വാച്ചാണ്. ആക്ച്വലി ഇതിൻ്റെ സ്റ്റഫ്, ഇതിൻ്റെ ഇമോഷണൽ ആർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കാം. കാരണം ആവേശം പോലുള്ള പടങ്ങളെ കണ്ട് ഇൻസ്പയർ ആയിട്ട് എഴുതിയൊരു ക്യാരക്ടറാണെന്ന് അറിയില്ല, ആവേശത്തിലൊരു ഇമോഷണൽ ആർക്കുണ്ട്, അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കണക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ആവേശം എന്നുള്ള സിനിമ എത്ര കാലം കഴിഞ്ഞാലും ആവേശം എന്നുള്ളത് നമുക്ക് ആ രംഗണ്ണൻ ആ ഒരു ക്യാരക്ടറൊക്കെ നമ്മൾ ഓർത്തിരിക്കും. പക്ഷെ ഇതിന് ഒരു ആയുസില്ലാത്തൊരു പടമാണ് അതിരടി. ഈ ഒരു ഓളം ഉണ്ടാക്കുന്നു പറയുന്നു, അടുത്തൊരു പടം വരുന്നതോടുകൂടി അതിരടി എന്നുള്ള സിനിമ എല്ലാവരും മറക്കും. അതിനുള്ള സ്റ്റഫ് ഈ പടത്തിലുള്ളൂ, അതിനു വേണ്ടി അവർ എഴുതിയിട്ടുള്ളൂ. ആ എഴുതിയേക്കുന്നത് തന്നെയാണ് ഇവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്, അത് അത്രയേ ഉള്ളൂ. അപ്പോൾ വലിയ ആയുസില്ലാത്ത ഒരു പടം, സിമ്പിളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രൗഡിൻ്റെ കൂടെ നിങ്ങൾ ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. വലിയ തിരക്കൊന്നും ഇല്ലാണ്ടാണ് ഈ സിനിമ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ എന്തൊക്കെ കുറവുണ്ടോ അതെല്ലാം ഇങ്ങനെ മുഴച്ചു നിൽക്കുന്ന പോലത്തെ ചില പടങ്ങളുണ്ടല്ലോ, അത്തരത്തിലൊരു പടമാണ് അതിരടി.